അമ്മയുമായി പിണങ്ങി 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി കോഴിക്കോട് ബീച്ചിലേക്ക് ഒറ്റയ്ക്ക് എത്തുന്നു. പെൺകുട്ടി അവിടെ വെച്ച് 2 യുവാക്കളെ പരിചയപ്പെടുന്നു. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റയീസ്, മുഹമ്മദ് ഷമീം എന്നിവർ ഭക്ഷണവും താമസവും നൽകുക എന്ന പേരിൽ മുഹമ്മദ് സോലിഹ്, ഷമീർ അലി എന്നിവരുടെ ഫ്ളാറ്റിൽ എത്തിച്ചു കൊടുക്കുന്നു. സോലിഹും ഷമീമും കുട്ടിക്ക് ലഹരി നൽകി പീഡിപ്പിക്കുന്നു. പിന്നീട് ഉപേക്ഷിച്ച് കടന്നു കളയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് എഴുതുന്നുണ്ടോ? കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വാഴ്ചയിൽ പുറത്തു വന്നൊരു കേസ് മാത്രമാണിത്. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന പാട്ടും ഗാനമേളയും മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. രാത്രി സമയങ്ങളിൽ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ലഹരി വാഴ്ച ആരും അറിയുന്നില്ല. എനിക്ക് 1.5 വയസ്സായൊരു മോളും 4 വയസ്സായൊരു മോനുമാണുള്ളത്. ഹസ്ബൻഡും ഞാനും കൂടിയിട്ട് തൃശ്ശൂരുകാരാണ്. അപ്പോൾ കോഴിക്കോട് കാണാൻ ഇറങ്ങി. അങ്ങനെ ബീച്ചിൽ പോയപ്പോൾ കണ്ടതൊക്കെ അടിച്ച് കിളി പോയി. ബോധമില്ലാത്ത ടൈപ്പ് പെൺകുട്ടികളെയാണ് കണ്ടത്. അപ്പം ഞങ്ങളിങ്ങനെ ഫാമിലിയോട് ഇരിക്കുമ്പോൾ ഹൈബ്രിഡ് വേണമെന്ന് വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം എൻ്റെ മോന് 4 വയസ്സായ കുട്ടിയല്ലേ, അവനോട് ഹൈബ്രിഡ് എന്താ വേണം എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെയോ, ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ നിങ്ങൾ സഹോദരങ്ങളെയോ അവിടെ പഠിക്കാൻ വിടുന്നുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ രാത്രി കാലങ്ങളിൽ കോഴിക്കോട് ബീച്ചിൽ പോയി നോക്കണം. അവിടെ നടക്കുന്ന എന്താണ് നിങ്ങൾ കാണാൻ സാധിക്കും. കോഴിക്കോട് ബീച്ചിലോട്ട് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും രാത്രി സമയങ്ങളിൽ പെൺകുട്ടികൾ എത്തുന്നുണ്ട്. ഇന്റേൺഷിപ്പിനായും അക്കൗണ്ടിംഗ് കോഴ്സസ് പഠിക്കാനായിട്ടാണ് കൂടുതൽ പെൺകുട്ടികൾ അവിടെ എത്തുന്നത്. 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെ മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ പഠിക്കാനെത്തുന്ന സ്ഥലത്ത് താമസ സ്ഥലം അന്വേഷിക്കുമ്പോൾ അവിടെ അന്വേഷിക്കുന്നത് നിബന്ധനകളുണ്ടോ എന്നാണ്, സമയവിലക്കുണ്ടോ എന്നുള്ളതാണ്. സമയവിലക്കോ നിബന്ധനകളോ ഉള്ള ഹോസ്റ്റലിൽ താമസിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല. ഇവർ 8 മണിക്ക് ഇവർ ഹോസ്റ്റൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അലൗഡ് അല്ല. അപ്പോൾ അവർ അതിനുശേഷം ഹോസ്റ്റലിൽ പോകുന്നില്ല, ബീച്ചിൽ പോയിരിക്കും. അവിടെ അവരുടെ ഫ്രണ്ട്സുകൾ വരും, ബോയ്സ് വരും. ഇവരുടെ കാറിലൊക്കെ ആയിട്ടാണ് ഇവർ നടക്കുന്നത്. ചിലപ്പോൾ കറങ്ങാൻ പോകും, അല്ലെങ്കിൽ അവിടെ തന്നെയാണ്. അവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് അടിക്കുക, രാത്രി വരെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. രാവിലെ ആകുമ്പോൾ വീണ്ടും കുളിച്ച് കോളേജുണ്ട്. കോളേജെന്ന് വെച്ചാൽ CA, CMA അങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കോഴിക്കോട്. അപ്പോൾ ഇവർക്കൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഹോസ്റ്റലുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള ഹോസ്റ്റൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തുള്ള എല്ലാവർക്കും കൂടെ ഒരു കോമൺ ഹോസ്റ്റൽ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ആരും അങ്ങനെ പ്രോപ്പറായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നില്ല എല്ലാ സ്റ്റുഡൻസും അവിടെ ഉണ്ടോ. ബീച്ചിലെത്തുന്ന പെൺകുട്ടികളെ ഡ്രഗ്സ് കൊടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് 30-33 വയസ്സുള്ള ആണുങ്ങളാണ് കൂടെ നിർത്തുന്നത്. രാത്രി സമയങ്ങളിൽ ലഹരി ഉപയോഗം കഴിഞ്ഞ് പെൺകുട്ടികൾ തിരിച്ചു പോകുന്നത് ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ആമ്പിളേരുടെ കൂടെയാണ്. ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നശിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല നശിക്കുന്നത്, ഒരു കുടുംബമാണ് നശിക്കുന്നത്. ഇത് ഇനിയും മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ട്.